തുറക്കണേ, ആത്മാവിൻ ശക്തി നൽകണമേ, വേഗം വരണമേ, സ്നേഹം പകരണമേ, ആത്മാവിലൊന്നു തൊടണമേ, ആരാധനയൻ യേശുവേ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. മാറാനാത്ത ദൈവവചന ശുശ്രൂഷകളിലേക്ക് രക്ഷിതാവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ നിങ്ങൾക്കേവർക്കും സ്വാഗതം. പ്രൈസ് ദ ലോർഡ്. ഇന്ന് നമ്മൾ ചിന്തിക്കുന്ന വിഷയം സങ്കീർത്തന പുസ്തകത്തിൽ 47-ാം അധ്യായത്തിൽ 1-ാമത്തെ തിരുലിഖിതം. ജനതകളെ കരഘോഷം മുഴക്കുവിൻ, നമ്മുടെ ദൈവത്തിൻ്റെ മുമ്പിൽ ആഹ്ലാദ ആരവങ്ങൾ മുഴക്കുവിൻ, അത്യുന്നതനായ അവിടുന്ന് ഭീതിതനായ ദൈവമാണ്. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. ദൈവമായ കർത്താവിൻ്റെ സന്നിധിയിൽ ഒരു ദൈവ പൈതൽ അവിടുത്തെ ആരാധിക്കുമ്പോൾ ആ ദൈവ പൈതലിൻ്റെ വേദനയിൽ ഇടപെടുന്നൊരു ദൈവത്തെയാണ് ബൈബിൾ നമുക്ക് പരിചയപ്പെടുത്തി തരുന്നത്. ഏതാനും വ്യക്തിയുടെ അനുഭവങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാം. തൃശ്ശൂർ ജില്ലയിലുള്ള പഴുവിൽ എന്ന പ്രദേശത്ത് നിന്ന് ഒരു സഹോദരി എഴുതുന്നത്, ഞാൻ പ്രമേഹ രോഗിയാണ്. 2 നേരവും ഇൻസുലിൻ കുത്തിവയ്പ്പ് എടുക്കുന്നുണ്ട്. 3 കൊല്ലമായി തീർത്തും കിടപ്പ് രോഗിയാണ്. ഏതാണ്ട് 1 വർഷം മുമ്പ് കാലിൻ്റെ കണ്ണയിൽ ഒരു പഴുപ്പുണ്ടായി. വ്രണം കുഴിഞ്ഞു പോകുന്നതല്ലാതെ അത് ഉണങ്ങുകയോ വാടുകയോ ചെയ്യുന്നില്ലായിരുന്നു. ഞങ്ങൾ 6 മാസത്തോളം മുമ്പാണ് സെഗിയോൻ ധ്യാനകേന്ദ്രത്തിൽ നിന്ന് ടെലിവിഷനിലൂടെയുള്ള വചന ശുശ്രൂഷകൾ പരിചയപ്പെടുന്നതും അതിൽ പങ്കെടുക്കാൻ തുടങ്ങിയതും. എല്ലാ ആഴ്ചയിലും മുടങ്ങാതെ ആ ശുശ്രൂഷയെ പങ്കുചേർന്ന് ഞങ്ങൾ കർത്താവിനെ ആരാധിക്കാൻ തുടങ്ങി. അതോടുകൂടെ എൻ്റെ കാലിലെ വ്രണം ഉണങ്ങിക്കരിഞ്ഞ് അപ്രത്യക്ഷമായി. ഹല്ലേലൂയ. ആ സഹോദരി വീണ്ടും രേഖപ്പെടുന്നത് എങ്ങനെയാണ്? എനിക്കിപ്പോൾ 84 വയസ്സ് പ്രായമുണ്ട്. 84ഓളം വയസ്സ് പ്രായമുള്ള ആ സഹോദരിയുടെ പ്രമേഹ രോഗിയെ സഹോദരി ഉണങ്ങാത്ത വ്രണം ദൈവവചനം കേട്ട് ദൈവത്തെ ആരാധിച്ചുകൊണ്ടിരുന്നപ്പോൾ കരിഞ്ഞുണങ്ങി അപ്രത്യക്ഷമായി. ഇത് മറ്റൊരു വ്യക്തിയുടെ അനുഭവം. ജോയ്മോൻ തോമസ് പൂവരണിയിൽ നിന്ന് സാക്ഷ്യപ്പെടുത്തുന്നു. എൻ്റെ പേര് ജോയ്മോൻ തോമസ്. എൻ്റെ വീട് കോട്ടയം ജില്ലയിലെ പൂവരണി എന്ന സ്ഥലത്താണ്. ഞാൻ ദൈവവചന ശുശ്രൂഷ ടെലിവിഷനിലൂടെ പങ്കുചേരുന്നൊരു വ്യക്തിയാണ്. ഞാൻ ഈ കത്ത് എഴുതുന്നത് എനിക്ക് ലഭിച്ചൊരു അനുഗ്രഹം സാക്ഷ്യപ്പെടുത്തുന്നതിന് വേണ്ടിയാണ്. ഏകദേശം 2 മാസങ്ങൾക്ക് മുമ്പ് എൻ്റെ കഴുത്തിൽ കിടന്നിരുന്ന ഏതാണ്ട് 4 പവനോളം തൂക്കം വരുന്ന ഒരു മാല നഷ്ടപ്പെട്ടു പോയി. ഞാൻ വളരെ വേദനിച്ചു. അന്ന് ടെലിവിഷനിലൂടെ അട്ടപ്പാടി സെഗിയോൻ ധ്യാനകേന്ദ്രത്തിൽ നിന്നുള്ള വചന ശുശ്രൂഷ പങ്കുചേരുകയും എൻ്റെ ദൈവമായ കർത്താവിനെ ആരാധിച്ച് പ്രാർത്ഥിക്കുകയും ചെയ്തു. കിട്ടുകയാണെങ്കിൽ ഞാൻ സാക്ഷ്യപ്പെടുത്താമെന്ന് നേർന്നു. എൻ്റെ ദൈവം എൻ്റെ ദുഃഖത്തിൽ ഇടപെട്ടു. പിറ്റേ ദിവസം തന്നെ എൻ്റെ മാലയ്ക്ക് യാതൊരു കേടും കൂടാതെ എനിക്ക് തിരിച്ചു കിട്ടി. ഞാൻ എൻ്റെ ദൈവത്തിന് മഹത്വം കൊടുക്കുന്നു. ഹല്ലേലൂയ. കോട്ടയത്ത് നിന്ന് ജോയ്മോൻ തോമസ് സാക്ഷ്യപ്പെടുത്തുന്നു. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഈ നിമിഷങ്ങളിൽ നമ്മൾ എവിടെയാണോ ഇരിക്കുന്നത് അവിടെ ദൈവം ഇറങ്ങി വന്ന് നമ്മുടെ ജീവിതത്തിൽ ഇടപെടുന്ന സമയമാണിത്. ദൈവം തിരഞ്ഞെടുത്ത മണിക്കൂറിനെ തിരിച്ചറിയണം. നമുക്കിപ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനത്തിന് വേണ്ടി നമ്മുടെ ഹൃദയം തുറക്കാം. ദൈവത്തിൻ്റെ അഭിഷേകമാണ്, ആത്മാവിൻ്റെ അഭിഷേകമാണ് നമ്മൾ വ്യത്യാസപ്പെടുത്തുന്നത്. പ്രാർത്ഥിക്കാൻ, സ്തുതിക്കാൻ, ദൈവത്തെ ആരാധിക്കാൻ, വിശ്വസിക്കാൻ, കഴുകനെ പോലെ ആത്മീയ മണ്ഡലത്തിൽ ചിറകടിച്ച് ഉയരാൻ നമ്മളെ സഹായിക്കുന്നത് പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകമാണ്. ദാഹിച്ച് പരിശുദ്ധാത്മാവെ നിറയണമേ, അഭിഷേകം ചെയ്യണമേ. എല്ലാ മക്കളും പ്രാർത്ഥിക്കുന്നു. അഭിഷേകം, അഭിഷേകം, പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം, പരിശുദ്ധാത്മാവേ, അഭിഷേകം, അഭിഷേകം, പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം. അന്ത്യകാലത്ത് സർവജനത്തിന്മേലും പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം, ദൈവശക്തിയെ അന്ത്യകാലത്ത് സർവജനത്തിന്മേലും ഇറങ്ങി വ്യാപരിക്കണമേ. പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം ഇപ്പോൾ വ്യാപരിക്കണമേ. അഭിഷേകം, അഭിഷേകം, പരിശുദ്ധാത്മാവേ, 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 അഭിഷേകം, അഭിഷേകം,
പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം. എല്ലാ ദൈവമക്കളും ഉള്ളം നുറുങ്ങി പ്രാർത്ഥിക്കട്ടെ. വാഗ്ദാനം ചെയ്യപ്പെട്ട ആത്മാവ് കൊടുങ്കാറ്റിന്റെ ശക്തിയോടെ ഓരോ കുടുംബങ്ങളിലേക്ക്, കൂട്ടായ്മകൾക്ക് ഇപ്പോൾ വീശട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പോലെ ആത്മപകർച്ച ശക്തി പെരുകും. ഓ പരിശുദ്ധാത്മാവേ, കൊടുങ്കാറ്റടിക്കും പോലെ ആത്മപകർച്ച ശക്തി ഇപ്പോൾ വ്യാപരിക്കണമേ. അഗ്നിജ്വാല പടരും പോലെ പുതുഭാഷകളാൽ സ്തുതിക്കും. പ്രാർത്ഥിക്കുന്നു, അഗ്നിജ്വാല പടരും പോലെ പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ. അടയാളം കാണുന്നല്ലോ അത്ഭുതങ്ങളും ഹോളി സ്പിരിറ്റ്, ദൈവത്തിന്റെ പ്രവൃത്തികൾ വെളിപ്പെടുമ്പോൾ മൈറ്റി പവർ, അടയാളം കാണുന്നല്ലോ അത്ഭുതങ്ങളും അത്ഭുത ശക്തിയെ, പ്രവൃത്തികൾ വെളിപ്പെടുമ്പോൾ പവർ, പവർ, അഭിഷേകം, അഭിഷേകം, പരിശുദ്ധാത്മാവിന്റെ ദൈവശക്തി നിറയട്ടെ, ദൈവശക്തി വ്യാപരിക്കട്ടെ, ദൈവശക്തി കവിഞ്ഞൊഴുകട്ടെ, കരകവിഞ്ഞൊഴുകട്ടെ. സകല ഹൃദയങ്ങളുടെ മേൽ ദൈവശക്തി വ്യാപരിക്കട്ടെ, ഇപ്പോൾ വ്യാപരിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തി എല്ലാ ദൈവമക്കളും സ്തുതിച്ചുകൊണ്ടിരിക്കുന്നു. ഓ പരിശുദ്ധാത്മാവെ വ്യാപരിക്കണമേ. ക്ഷീണത്തിലേക്ക്, രോഗത്തിലേക്ക്, മന്ദതയിലേക്ക്, മരവിപ്പിലേക്ക്, ആത്മീയ ആലസ്യത്തിലേക്ക് ഇപ്പോൾ പരിശുദ്ധാത്മാവെ കത്തി പടരണമേ. ക്ഷീണങ്ങൾ വിട്ടുമാറട്ടെ, രോഗങ്ങൾ വിട്ടുമാറട്ടെ, പൈശാചിക പീഡകൾ വിട്ടുമാറട്ടെ. ദൈവമായ കർത്താവിൻ്റെ ആത്മാവ് സകല കുടുംബങ്ങളെയും സകല ഹൃദയങ്ങളെയും പ്രകാശിപ്പിക്കട്ടെ. അന്ധകാരാവൃതമായ ഓരോ കുടുംബങ്ങളും ഓരോ ഹൃദയങ്ങളും ഇപ്പോൾ യേശുവിൻ്റെ നാമത്തിൽ വിടുതൽ പ്രാപിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ സ്തോത്രം, യേശുവേ ആരാധന, യേശുവേ നന്ദി, യേശുവേ ആരാധന, യേശുവേ നന്ദി. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. 47-ാം സങ്കീർത്തനത്തിൽ 1-ാം വാക്യം, ജനതകളെ കരഘോഷം മുഴക്കുവിൻ, നമ്മുടെ ദൈവത്തിന് മുമ്പിൽ ആഹ്ലാദ ആരവങ്ങൾ മുഴക്കുവിൻ. ഇത് പലതരത്തിലുള്ള പ്രതികൂലത്തിൽ അകപ്പെട്ട് ഇനി ആരെന്നെ സഹായിക്കും എന്ന് വ്യക്തമല്ലാതെ അവ്യക്തതയിലും അസ്വസ്ഥതയിലും ഭാരത്തിലും സങ്കടത്തിലും ക്ലേശിക്കുന്ന ദൈവ പൈതലിന് ദൈവമക്കൾക്ക് സ്വർഗം നൽകുന്ന ദൂതാണ് നിങ്ങൾ കരഘോഷം മുഴക്കുക, ആഹ്ലാദ ആരവം മുഴക്കുക. ഒരുപക്ഷെ ഭൂമിയിൽ പ്രതീക്ഷയ്ക്ക് വകയില്ലാത്തൊരു സ്ഥിതിയായിരിക്കാം. ഒരുപക്ഷെ നിങ്ങളുടെ ചുറ്റുവട്ടം നിങ്ങളെ സഹായിക്കാൻ ആരുമില്ലാത്ത ഒരു അന്തരീക്ഷമാകാം. എൻ്റെ ഒരു അനുഭവം നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് ഞാൻ കൊണ്ടുവരാം. ഈ അടുത്ത ദിവസങ്ങളിൽ ഒരു വലിയൊരു ഉദ്യോഗസ്ഥൻ അച്ഛൻ്റെ അടുത്ത് വലിയൊരു വേദന പങ്കുവെച്ചു. അദ്ദേഹം ഗവൺമെൻറ്റിൻ്റെ ഉന്നതമായ സ്ഥലത്തിരിക്കുന്ന ഒരു പ്രധാന ഉദ്യോഗസ്ഥനാണ്. അദ്ദേഹത്തിൻ്റെ കീഴിൽ ഒത്തിരി ജോലിക്കാരുണ്ട്. ഒരു ദിവസം അദ്ദേഹത്തിൻ്റെ കീഴിലുള്ള ഒരു ജോലിക്കാരൻ അപ്രത്യക്ഷമായി. എവിടെയാണെന്ന് അറിയാൻ പാടില്ല. ഏതാനും നാളുകൾ കഴിഞ്ഞപ്പോൾ വാർത്ത കിട്ടി, ഇതാ അദ്ദേഹം ആത്മഹത്യ ചെയ്തിരിക്കുന്നു. ഉടനെ അദ്ദേഹത്തിൻ്റെ എല്ലാ സഹപ്രവർത്തകരും എല്ലാവരും പോയി അന്വേഷിച്ച് ശവസംസ്കാരം കാര്യങ്ങളെല്ലാം ക്രമമായി നന്നായി നടത്തി. അദ്ദേഹം ഓരോ കീഴ് ജീവനക്കാരനെയും ജീവന തുല്യം സ്നേഹിക്കുന്ന, ഒരാളോട് പോലും ഒരു വാക്കുകൊണ്ട് പോലും ദേഷ്യപ്പെടാത്ത മനുഷ്യനാണ് ഈ ഉദ്യോഗസ്ഥൻ. ജീവിതത്തിൽ ഒരാളോടും, കീഴുദ്യോഗസ്ഥന്മാരോട് മാത്രമല്ല അയൽക്കാർ ഒരാളോടും അദ്ദേഹം ശത്രുതയോ വെറുപ്പോ വെച്ച് പുലർത്തുന്നില്ല. അദ്ദേഹത്തിനും ആരും ശത്രുക്കളുമില്ല. എന്നാൽ തൻ്റെ കീഴിലുണ്ടായിരുന്ന കീഴുദ്യോഗസ്ഥരിൽ ഒരാൾ കുറച്ച് ദിവസങ്ങൾ അപ്രത്യക്ഷമാവുകയും അതിനുശേഷം ആത്മഹത്യ ചെയ്യുകയും ചെയ്തപ്പോൾ അദ്ദേഹത്തിൻ്റെ പേരിൽ കേസ് പോലീസ് സ്റ്റേഷൻ രജിസ്റ്റർ ചെയ്തിട്ട് അദ്ദേഹമാണ് ഈ വ്യക്തിയുടെ മരണത്തിന് കാരണക്കാരനെന്ന് പോലീസ് സ്റ്റേഷനിൽ കേസുണ്ടായി. പ്രിയപ്പെട്ട ദൈവമക്കളെ, നിഷ്കളങ്കനായ ആ മേലുദ്യോഗസ്ഥൻ്റെ ഹൃദയം നുറുങ്ങി. അദ്ദേഹം പൊട്ടിക്കരഞ്ഞു. അദ്ദേഹം പറഞ്ഞു, ജീവിതത്തിൽ ഇന്ന് വരെയും ആരെയും ഞാൻ മനസ്സറിഞ്ഞ് ദ്രോഹിച്ചിട്ടില്ല, ആർക്കും ഞാനൊരു ദ്രോഹവും ചെയ്തിട്ടില്ല, പിന്നെ എന്തുകൊണ്ടാണ് എനിക്കിങ്ങനെയെല്ലാം സംഭവിക്കുന്നത്? അദ്ദേഹത്തിന് കേസ് കൊടുത്ത ആ വ്യക്തിയോട് പോലും ദേഷ്യമില്ല. അദ്ദേഹം പറയാണ്, അവരുടെ അറിവില്ലായ്മയിൽ നിന്ന് ചെയ്തതാണ്, പക്ഷേ എന്തായാലും നിയമ നടപടികളല്ലേ, അതിൻ്റെ പ്രത്യാഘാതം എനിക്ക് വരാതിരിക്കുമോ? പ്രിയപ്പെട്ട ദൈവമക്കളെ, അന്ന് കർത്താവിൻ്റെ സന്നിധി ഹൃദയം നുറുങ്ങി ആ ഒരു നിരപരാധിയായ മനുഷ്യന് വേണ്ടി പ്രാർത്ഥിച്ച്, അപ്പോൾ ദൈവം വെളിപ്പെടുത്തി തന്ന ഒരു വെളിപ്പെടുത്തലാണ്, ജനതകളെ കരഘോഷം മുഴക്കുവിൻ, നിങ്ങളുടെ ദൈവത്തിന് മുമ്പിൽ ആഹ്ലാദാരവം മുഴക്കുവിൻ,
വലിയ പ്രതികൂലം, ആരും സഹായിക്കാനില്ല, മുന്നോട്ട് നോക്കുമ്പോൾ അന്ധകാരം, ഇത് എങ്ങനെ എവിടെ ചെന്ന് അവസാനിക്കുന്ന ആർക്കും ഒരു ലക്കുമില്ലാത്ത സ്ഥിതി, ആർക്കും ആരെയും സഹായിക്കാൻ പറ്റാത്ത അവസ്ഥ, ആർക്കും ഇടപെടാൻ പറ്റാത്ത അവസ്ഥ. എങ്കിലും ശരി, ദൈവത്തിൻ്റെ വചനം പഠിപ്പിക്കുകയാണ്, നിങ്ങൾ നിങ്ങളുടെ ദൈവത്തിൻ്റെ മുമ്പിൽ ആഹ്ലാദ ആരവം മുഴക്കിയാൽ, നിങ്ങളുടെ ഈ തകർച്ചയോർത്ത്, നിങ്ങളുടെ ഈ വേദനയോർത്ത്, നിങ്ങളുടെ ഈ കഷ്ടനഷ്ടങ്ങളെല്ലാം, ഇപ്പോൾ നിങ്ങൾ അഭിമുഖീകരിക്കുന്ന ഈ തകർച്ചയെല്ലാം ജീവിക്കുന്ന ദൈവമായ കർത്താവിൻ്റെ പക്കലേക്ക് ഉയർത്തി ദൈവത്തിന് മുമ്പിൽ ആഹ്ലാദാരവം മുഴക്കിയാൽ, ദൈവത്തിൻ്റെ വചനം വെളിപ്പെടുത്തുകയാണ്, ദൈവം ആ നിരപരാധിയുടെ, ആ ദൈവവൈദ്യൻ്റെ സഹായത്തിന് എത്തുക തന്നെ ചെയ്യും. 47 സങ്കീർത്തനത്തിൽ 3-ാമത് തിരുലിഖിതം എങ്ങനെയാണ് നമുക്ക് വെളിപ്പെടുത്തി തരുന്നത്? അവിടുന്ന് രാജ്യങ്ങളുടെ മേൽ നമുക്ക് വിജയം നേടിത്തരുന്നു. ദൈവം വിജയം നേടിത്തരുന്ന ദൈവമാണ്. ദൈവം വിജയത്തിലേക്ക് നയിക്കുന്ന ദൈവമാണ്. അവിടുന്ന് രാജ്യങ്ങളുടെ മേൽ നമുക്ക് വിജയം നേടിത്തരുന്നു. ഹല്ലേലൂയ. അതുകൊണ്ട് സങ്കീർത്തന പുസ്തകം 46-ാം അധ്യായത്തിൽ 1, 2, 3 തിരുലിഖിതങ്ങളിൽ ദൈവത്തിൻ്റെ ആത്മാവ് ദൈവമക്കൾക്ക് നിർദ്ദേശം നൽകുന്ന ഇപ്രകാരമാണ്: ദൈവമാണ് നമ്മുടെ അഭയവും ശക്തിയും. കഷ്ടതകളിൽ അവിടുന്ന് സുനിശ്ചിതമായ തുണയാണ്. ദൈവം കഷ്ടതകളിൽ സുനിശ്ചിതമായ തുണയാണ്. അതുകൊണ്ട് ഭൂമി ഇളകിയാലും പർവ്വതങ്ങൾ സമുദ്രത്തിൽ അടർന്ന് പതിച്ചാലും നാം ഭയപ്പെടരുത്. ജലം പതഞ്ഞുയർന്നിരമ്പിയാലും അതിൻ്റെ പ്രകമ്പനം കൊണ്ട് പർവ്വതങ്ങൾ വിറകൊണ്ടാലും നാം കുലുങ്ങരുത്. ഇത് ദൈവവചനം പഠിപ്പിക്കുന്ന ദൈവിക പ്രബോധനമാണ്. കാരണം നമ്മുടെ സഹായത്തിന് ദൈവമുണ്ട്. ദൈവം ഒരു യാഥാർത്ഥ്യമാണ്. വിളിക്കുന്നവർക്കും പ്രാർത്ഥിക്കുന്നവർക്കും അന്വേഷിക്കുന്നവർക്കും അവിടുന്ന് തന്നെ വെളിപ്പെടുത്തി കൊടുക്കും. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഹൃദയം ശുദ്ധമായി സൂക്ഷിച്ച് ജീവിതം നിർമ്മലമായി നടത്തി ദൈവത്തെ ആരാധിക്കുന്നവർക്കും ദൈവത്തെ അന്വേഷിക്കുന്നവർക്കും ദൈവം നല്ലവനാണ്. വിശുദ്ധ ലിഖിതത്തിൽ ദിനവൃത്താന്തം 2-ാമത്തെ പുസ്തകത്തിൽ 20-ാമത്തെ അധ്യായത്തിൽ 1 മുതൽ ഒരു രംഗം വിവരിക്കുന്നുണ്ട്. ദൈവത്തിൻ്റെ ജനം, ഇസ്രായേൽ ജനം, യൂദാ ജനം ഇതാ ഒരു വലിയ പ്രതികൂലത്തെ അഭിമുഖീകരിക്കുകയാണ്. അവരുടെ പ്രശ്നം ഇതാണ്: ആ പ്രദേശത്ത് ആ കാലത്ത് പ്രബലന്മാരായിരുന്ന 2-3 രാജ്യങ്ങൾ കൈകോർത്ത് ഒറ്റക്കെട്ടായി ഇതാ ദൈവത്തിൻ്റെ ജനമായ ഇസ്രായേൽ ജനത്തെ ആക്രമിക്കാൻ വേണ്ടി ഒന്നിച്ചു വരികയാണ്. ആ രാജ്യങ്ങളുടെ പേര് അമോന്യർ, മൊവാബ്യർ, സെയിർ പർവ്വത നിവാസികൾ. മഹാമല്ലന്മാരും മഹാപ്രബലന്മാരുമായ ജനതതികൾ. അവരാണ് ഒരുമിച്ച് കൂടി ഒറ്റക്കെട്ടായി ഈ ഒരു ചെറിയ രാജ്യത്തെ ഇസ്രായേൽ ജനതയെ ഭൂമുഖത്ത് നിന്ന് തുടച്ചു നിൽക്കാൻ വേണ്ടി കച്ചകെട്ടി ഇറങ്ങിയിരിക്കുന്നത്. ദീർഘനാളത്തെ ഒരുക്കത്തിന് ശേഷം ഒരുപാട് ആയുധ സന്നാഹങ്ങളോടുകൂടെ അവർ ഈ രാജ്യത്തിനും ജനതയ്ക്കുമെതിരെ ഒത്തുകൂടി ഇതാ സർവ്വസന്നാഹങ്ങളുടെ മുന്നേറി വരികയാണ്. രാജാവ് ജനങ്ങളെ മുഴുവൻ ഒരുമിച്ച് കൂട്ടി ജനങ്ങളോട് പറഞ്ഞു: ദൈവമക്കളെ, ഇതാ ശത്രുക്കൾ നമ്മളെ വലയം ചെയ്ത് കഴിഞ്ഞു. അത്യന്താധുനിക ഉപകരണങ്ങളോടുകൂടെ ഇതാ അവർ നമ്മുടെ നേരെ ചീറി അടുക്കുകയാണ്. നമ്മുടെ അഭയം ദൈവത്തിലാണ്. നമ്മുടെ തുണ കർത്താവാണ്. പർവ്വതങ്ങൾ ഇളകി അടർന്ന് സമുദ്രത്തിൽ പതിച്ചാലും സമുദ്രത്തിലെ ജലം പതഞ്ഞുയർന്നിരമ്പിയാലും ശരി, നമ്മുടെ ദൈവത്തിന് മുമ്പിൽ നമുക്ക് അഭയമുള്ളത് കൊണ്ട് നാം കുലുങ്ങരുത് എന്ന് പറഞ്ഞു. അവർ കർത്താവിനോട് ആലോചന ചോദിച്ചു. അപ്പോൾ കർത്താവ് അവർക്ക് നൽകിയ ആലോചനയാണ്, കർത്താവ് അവർക്ക് നൽകിയ നിർദ്ദേശമാണ്. ദിനവൃത്താന്തം 2-ാം പുസ്തകത്തിൽ 20-ാമത്തെ അധ്യായത്തിൽ 21-ാമത്തെ തിരുലിഖിതം 2 ദിനവൃത്താന്തം 20-21. വിശുദ്ധ വസ്ത്രങ്ങൾ അണിഞ്ഞ് സൈന്യങ്ങളുടെ മുമ്പേ നടന്ന് കർത്താവിന് കൃതജ്ഞത അർപ്പിക്കുവിൻ. ഒരു വലിയ ശത്രു സൈന്യത്തിൻ്റെ മുമ്പിലേക്ക് ജനം നീങ്ങുമ്പോൾ വിരലെണ്ണ കുറച്ച് ചെറിയൊരു സൈന്യവുമായി ഈ ജനം മുഴുവൻ പ്രബലന്മാരുടെ മുമ്പിലേക്ക് നടന്നു നീങ്ങുമ്പോൾ, കൊലക്കളത്തിലേക്ക് നടന്നു നീങ്ങുമ്പോൾ, യുദ്ധരംഗത്തേക്ക് നടന്നു നീങ്ങുമ്പോൾ, വിജയത്തിന് ഒരു സാധ്യതയില്ലാതെ ജനം ക്ലേശിക്കുമ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് ദൈവമക്കൾക്ക് കൊടുക്കുന്ന നിർദ്ദേശം എങ്ങനെയാണ്? നിങ്ങൾ നല്ല വസ്ത്രങ്ങൾ ധരിക്കുക. നല്ല വിശുദ്ധ വസ്ത്രങ്ങൾ ധരിച്ച് സൈന്യത്തിന് മുമ്പേ നടന്ന് ദൈവത്തിൻ്റെ സ്നേഹം അചഞ്ചലമാണ് എന്ന് പറഞ്ഞ് പാടി സ്തുതിക്കുക. എന്തൊരു വിരോധാഭാസം! ലോകത്തിൻ്റെ ബുദ്ധിക്ക് ഇത് മനസ്സിലാവുക. വലിയ പ്രതികൂലം, വലിയ കടബാധ്യത, വലിയ തകർച്ച, ശത്രുക്കൾ എല്ലാവരും ഒന്നിച്ച് കുടുംബത്തെ ആക്രമിക്കും. മുന്നോട്ട് പോകാൻ ഒരു നിവൃത്തിയില്ലാതിരിക്കുമ്പോൾ ആത്മഹത്യയെക്കുറിച്ച് ഒരുപാട് പേര് ചിന്തിക്കുകയാണ്. എന്നാൽ ദൈവം പറഞ്ഞിരിക്കുന്നത് ആത്മഹത്യയെക്കുറിച്ച് ചിന്തിക്കാൻ വേണ്ടിയല്ല.
ദൈവം പറഞ്ഞിരിക്കുന്നത്, നിങ്ങൾ നിങ്ങളുടെ ദൈവത്തെ പാടി സ്തുതിക്കണം. നിങ്ങളുടെ കടബാധ്യത, നിങ്ങളുടെ വേദന, തകർച്ച, രോഗം, ശത്രുക്കളുടെ ഉപദ്രവങ്ങൾ, ശത്രുപീഡകൾ ഇതെല്ലാം വരുമ്പോൾ, നിരപരാധിയായി സഹിക്കേണ്ടി വരുമ്പോൾ ആ വേദന മുഴുവൻ ദൈവസന്നിധിയിലേക്ക് സമർപ്പിച്ച്, ദൈവം നല്ലവനാണ്, ദൈവത്തിൻ്റെ സ്നേഹം അചഞ്ചലമാണ്, ദൈവത്തിൻ്റെ സ്നേഹം ശാശ്വതമാണ് എന്നുള്ള പാട്ടുകൾ പാടി 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 കർത്താവിനെ ആരാധിക്കാൻ വേണ്ടി കർത്താവ് ജനത്തിന് നിർദ്ദേശം കൊടുക്കുകയാണ്. അതാണ് 2 ദിനവൃത്താന്തം 20-21. വിശുദ്ധ വസ്ത്രങ്ങൾ അണിഞ്ഞ് സൈന്യങ്ങളുടെ മുമ്പേ നടന്ന് കർത്താവിന് കൃതജ്ഞത അർപ്പിക്കുവിൻ. ദൈവം നിർദ്ദേശിച്ച പ്രകാരം അവർ ജനങ്ങളുമായി കൂടിയാലോചിച്ച് ആളുകളെല്ലാം ക്രമീകരിച്ച് നന്നായി പാട്ടുപാടി കർത്താവിൻ്റെ സ്നേഹം അചഞ്ചലമാണെന്ന് പാട്ടുപാടി അവർ കർത്താവിനെ ആരാധിച്ച് യുദ്ധക്കളത്തിലേക്ക് നീങ്ങി. പ്രിയപ്പെട്ട സഹോദരങ്ങൾ, യുദ്ധക്കളത്തിലേക്ക് നീങ്ങുമ്പോൾ ദേശീയ ഗാനം പാടുന്നതിന് പകരം കർത്താവിനെ വാഴ്ത്തി സ്തുതിപ്പിൻ്റെ പാട്ടുകൾ പാടുക. എന്തതിശയമേ ദൈവത്തിൽ സ്നേഹം എന്നൊക്കെ പറഞ്ഞ് സ്തുതിച്ച പാട്ടുകളൊക്കെ പാടുക. ഇത് പള്ളി പാടേണ്ട പാട്ടില്ല, ഇത് യുദ്ധക്കളത്തിൽ പാടേണ്ടതാണോ? പല ആളുകൾക്കും ആത്മീയ കാര്യത്തിൻ്റെ പവറിനെ കുറിച്ച് തിരിച്ചറിവില്ല. അവർക്ക് തിരിച്ചറിവ് മിസൈലിൻ്റെ ശക്തിയെ കുറിച്ച് അവർക്ക് ബോധ്യമുണ്ട്. എന്നാൽ ഇങ്ങനെയുള്ള പാട്ടുകളുടെ ശക്തിയെക്കുറിച്ചും ആ ദൈവ സ്തുതിപ്പിൻ്റെ ബലത്തെക്കുറിച്ചും ഒരു തിരിച്ചറിവില്ലാത്ത ജനം ഈ കാലഘട്ടത്തിൽ പെരുകി വരികയാണ്. എന്നാൽ അന്നത്തെ ജനം ദൈവത്തെ അനുസരിക്കുന്ന ജനമായിരുന്നു. അവർ ഈ ദൈവത്തിൻ്റെ സ്നേഹത്തെ, എന്തതിശയമേ ദൈവത്തിൻ്റെ സ്നേഹം, ഇങ്ങനെയുള്ള പാട്ടുകളൊക്കെ പാടി അതേപോലെ ദൈവത്തിൻ്റെ സ്നേഹത്തെ വർണ്ണിക്കുന്ന പാട്ടുകളൊക്കെ പാടി ഇതാ വിശുദ്ധ വസ്ത്രങ്ങൾ യുദ്ധകളത്തിലേക്ക് നീങ്ങുകയാണ്. 22-ാമത്തെ വാക്യത്തിൽ ഇതാ ദൈവത്തിൻ്റെ വചനം പഠിപ്പിക്കുകയാണ്. അവർ പാടി സ്തുതിക്കാൻ തുടങ്ങിയപ്പോൾ യൂദായെ ആക്രമിക്കാൻ വന്ന അമ്മോന്യർ, മോവാബ്യർ, സെയീർ പർവ്വത നിവാസികൾ എന്നിവർക്കെതിരെ കർത്താവ് കെണിയൊരുക്കി. അവർ പാടി സ്തുതിക്കാൻ തുടങ്ങിയപ്പോൾ യൂദായെ ആക്രമിക്കാൻ വന്ന അമ്മോന്യർ, മോവാബ്യർ, സെയീർ പർവ്വത നിവാസികൾ എന്നിവർക്കെതിരെ കർത്താവ് കെണിയൊരുക്കി. ഇതാ അവർ തുരത്തപ്പെട്ടു. അടുത്ത വാക്യം, അമ്മോന്യരും മോവാബ്യരും ഒരുമിച്ച് സെയീർ പർവ്വത നിവാസികളോട് പൊരുതി അവരെ നിശേഷം നശിപ്പിച്ചു. അതിനുശേഷം അമ്മോന്യരും മോവാബ്യരും അന്യോന്യം തമ്മിൽ വെട്ടി നശിച്ച്. ദൈവത്തിൻ്റെ ജനം ഇതൊന്നും അറിയണില്ല. അവർ പാട്ടുപാടി സ്തുതിക്കുക, അവർ തുള്ളിച്ചാടുക. യുദ്ധം കൊടുമ്പിരി കൊള്ളുമ്പോൾ ഇവർ പാട്ടുപാടി ദൈവത്തെ സ്തുതിക്കുക. കുറേ പാട്ടുപാടി സ്തുതിച്ചതിന് ശേഷം ശത്രുക്കളുടെ സ്ഥിതി എന്തായി എന്നറിയാൻ വേണ്ടി അവർ കാവൽ ഗോപുരത്തിൻ്റെ മുകളിൽ കയറി നോക്കി. അതാണ് 2 ദിനവൃത്താന്തം 20-ാം അധ്യായം 24-ാം വാക്യം. യൂദാ സൈന്യം മരുഭൂമിയിലെ കാവൽ ഗോപുരത്തിൽ വന്ന് ശത്രു സൈന്യത്തെ നോക്കിയപ്പോൾ ശവശരീരങ്ങൾ നിലത്ത് കുന്നുകൂടി കിടക്കുന്നതാണ് കണ്ടത്. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഒരു ദൈവമുണ്ട്. ആ ദൈവം കഷ്ടതയിൽ സുനിശ്ചിതമായ തുണയാണ്. അതുകൊണ്ട് 46-ാം സങ്കീർത്തനത്തിൽ 10-ാമത്തെ വാക്യം, ശാന്തമാവുക, ഞാൻ ദൈവമാണെന്നറിയുക. വേദനയിലിരിക്കുന്ന മകനെ, വേദനയിലിരിക്കുന്ന മകളെ, ശാന്തമാവുക, ഞാൻ ദൈവമാണെന്നറിയുക. ദൈവം ഈ നിമിഷങ്ങളിൽ ഓരോ മകനെയും ഓരോ ആത്മാവിനെയും തൊട്ട് വിളിക്കുകയാണ്. നിന്റെ പ്രശ്നം ഇന്ന് ഹിമാലയ പർവ്വതം പോലെ വലുതാണോ? നിന്റെ ദുഃഖം ഇന്ന് അലകടൽ പോലെ ഇന്ന് അറ്റമില്ലാത്ത ദുഃഖത്തിൻ്റെ ഉടമയാണോ നീ ശാന്തമാവുക. ഒരു ദൈവമുണ്ട്. ആ ദൈവത്തിന് മുമ്പിൽ നിന്റെ ഹൃദയഭാരങ്ങളെല്ലാം ഇറക്കി വെച്ച്, ദൈവത്തിൻ്റെ സ്നേഹം അസ്തമിക്കാത്ത സ്നേഹമാണ്. ദൈവം കരുണയുള്ള ദൈവമാണ്. ദൈവം നല്ലവൻ. ദൈവത്തിൻ്റെ നന്മയെ നീ പാടി സ്തുതിക്കുക. ദൈവത്തിനും നീ മഹത്വം കൊടുക്കുക. അത് നിന്റെ ജീവിതത്തിൽ ദൈവശക്തിയെ വിളിച്ചിറക്കും. ഈ ദൈവമോ രാജ്യങ്ങളുടെ മേൽ വിജയം നൽകുന്ന ദൈവമത്രേ. ഈ നിമിഷങ്ങളിൽ 2 കരങ്ങൾ ദൈവമായ കർത്താവിൻ്റെ സന്നിധിയിലേക്ക് ഉയർത്തട്ടെ. ഓരോ മകനും ഓരോ മകളും ദൈവത്തിൻ്റെ ശക്തി കൊടുങ്കാറ്റ് പോലെ ഇറങ്ങി വരാൻ ആഗ്രഹിക്കുക. തള്ളി അലച്ചു വരുന്ന തിരമാല പോലെ ദൈവത്തിൻ്റെ ആത്മാവ് പ്രവഹിക്കട്ടെ. കുടുംബങ്ങളിലേക്ക്, വേദന നിറഞ്ഞ ആത്മാക്കളിലേക്ക്, വേദന നിറഞ്ഞ അന്തരീക്ഷത്തിലേക്ക്, തകർന്ന സാഹചര്യങ്ങളിലേക്ക്, ആരും സഹായിക്കാത്ത അവസ്ഥയിലേക്ക് ദൈവശക്തി അലകടൽ പോലെ, കൊടുങ്കാറ്റ് പോലെ ഇപ്പോൾ ചീറിയടിക്കട്ടെ. ഇപ്പോൾ വ്യാപരിക്കണമേ. കൊടുങ്കാറ്റടിക്കും പോലെ പരിശുദ്ധാത്മാവേ, ശക്തി പെരുകും. തളർന്നവരെ ഉണർത്തണമേ പരിശുദ്ധാത്മാവേ. പടരും പോലെ പുതുഭാഷകളാൽ സ്തുതി. ദുർബലരെ ബലപ്പെടുത്തണമേ പരിശുദ്ധാത്മാവേ. അഗ്നിജ്വാല പടരും പോലെ പുതുഭാഷകളാൽ സ്തുതിക്കും. അടയാളം കാണുന്നല്ലോ അത്ഭുതങ്ങളും, ദൈവത്തിന്റെ പ്രവർത്തികൾ വെളിപ്പെടും. ദൈവശക്തിയെ അടയാളം കാണുന്നല്ലോ അത്ഭുതങ്ങളും, കൃപയുടെ ശക്തിയെ, ദൈവത്തിന്റെ പ്രവർത്തികൾ വെളിപ്പെടും. ഒന്ന് ചേർന്ന് ഉത്സാഹിച്ച് സന്തോഷത്തോടെ
അഭിഷേകം കൈയടിച്ച് പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം ഹൃദയത്തിൽ വിശ്വസിച്ച് ആനന്ദിച്ച് പവർ അഭിഷേകം പവർ പവർ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം അന്ത്യകാലത്ത് സർവജനത്തിന്മേൽ ഓ ദൈവശക്തിയെ പരിശുദ്ധാത്മാവിന്റെ സകല ജനത്തിനുള്ള വാഗ്ദാനമേ അന്ത്യകാലത്ത് ഉയർച്ചയെ സർവജനത്തിന്മേലും മുറിവിൽ സൗഖ്യമേ ഇപ്പോൾ കത്തിപ്പടരണമേ ഹല്ലേലൂയ ഹല്ലേലൂയ അഭിഷേകം ഹല്ലേലൂയ ഹല്ലേലൂയ അഭിഷേകം പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം ഓ പരിശുദ്ധാത്മാവേ ഓരോ കുടുംബത്തിന്റെ മേലും അതിശക്തമായി വ്യാപരിച്ച് തുണയില്ലാത്തവർക്ക് തുണയായി സങ്കേതമില്ലാത്തവർക്ക് സങ്കേതമായി ഇപ്പോൾ വ്യാപരിക്കണമേ ഹല്ലേലൂയ 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 യേശുവേ സ്തോത്രം യേശുവേ നന്ദി പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ മറനാത്ത ലോർഡ് ജീസസ് ജീവിതത്തിൻ്റെ നിസ്സഹായ അവസ്ഥയിൽ ഒരുപാട് സ്ഥലങ്ങളിൽ നിന്ന് ശത്രുതയും ഉപദ്രവങ്ങളും സഹിക്കാൻ പറ്റാത്ത വേദനകളും ഏൽപ്പിക്കപ്പെടുമ്പോൾ ആശ്വാസമായ യേശു കർത്താവിതാ ദിവ്യകാരുണ്യരൂപനായി നമ്മുടെ മുമ്പിൽ ഇരുകരങ്ങൾ കർത്താവിൻ്റെ സന്നിധിയിലേക്ക് നമുക്ക് ഉയർത്താം. എൻ്റെ ദൈവമേ, സഹിക്കാൻ ശക്തി തരണം. ഈ പ്രശ്നത്തിൽ നിന്ന് മുന്നോട്ട് പോകാൻ വഴി തുറന്നു തരണം. എന്നെ സഹായിക്കാൻ ഈ ലോകത്തിൽ ആർക്കും പറ്റില്ല കർത്താവേ. അവിടുന്ന് മഹത്വത്തിൻ്റെ രാജാവാണ്. അവിടുത്തെ സ്തുതിക്കുന്നവർക്ക്, അവിടുത്തെ പദ്ധതി അനുസരിച്ച് വിളിക്കപ്പെട്ടവർക്ക് അവിടുന്ന് എല്ലാം നന്മയ്ക്കായി ക്രമീകരിക്കുന്നു. ഞങ്ങളങ്ങേ ആരാധിക്കുന്നു. എല്ലാ വേദനകളും സമർപ്പിച്ച്, എല്ലാ ഭാരങ്ങളും സമർപ്പിച്ച്, എല്ലാ തകർച്ചകളും സമർപ്പിച്ച്, ശത്രുപീഠകളെല്ലാം എണ്ണി എണ്ണി സമർപ്പിച്ച് ഞങ്ങളങ്ങേ ആരാധിക്കുന്നു കർത്താവേ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. അങ്ങയുടെ അത്ഭുതകരമായ മഹത്വം വ്യാപരിക്കട്ടെ കർത്താവേ. ഓ കർത്താവേ, ആഹ്ലാദാരവങ്ങളോടെ ഞങ്ങളങ്ങേ മഹത്വപ്പെടുത്തുന്നു. എല്ലാ വേദനകളും സമർപ്പിച്ച് ഞങ്ങളങ്ങേ ആരാധിക്കുന്നു. അവിടുന്ന് ഞങ്ങളുടെ ദൈവമാണ്, അവിടുന്ന് ഞങ്ങളുടെ കർത്താവാണ്. അവിടുന്ന് ജനതകളുടെ മേലും രാജ്യങ്ങളുടെ മേലും വിജയം നൽകുന്നവനാണ്. ആരാധിക്കുന്നു കർത്താവേ, ആരാധിക്കുന്നു കർത്താവേ. ഹല്ലേലൂയ മറനാത്ത എൻ്റെ പേര് ആൻസി ലോപ്പസ് എന്നാണ്. പള്ളൂരത്തിൽ നിന്നാണ് വന്ന്. കഴിഞ്ഞ കൊല്ലം ഞാനിവിടെ വന്ന് ധ്യാനം കൂടിയതിൻ്റെ ഫലമായി എന്നെ ഈ കൈയിന് ഭയങ്കര വേദനയായി. 15 വർഷം ഭയങ്കര വേദനയായിട്ടിരിക്കുന്ന സമയത്താണ് 15 വർഷമായി ഈ കൈ തോളെന്ന് പറഞ്ഞ ഷോൾഡർ ഭയങ്കരമായ പ്രോബ്ലത്തിലായിരുന്നു. അപ്പോഴാണ് പറഞ്ഞത് ഡോക്ടർ സ്കാൻ ചെയ്യണമെന്ന്. അന്നാണ് ഇവിടെ ധ്യാനം തുടങ്ങുന്ന സമയത്ത് ഞാൻ ഇപ്പർ വലിച്ചെറിഞ്ഞ് ഈ ധ്യാന കേന്ദ്രത്തിൽ വന്ന് ഫസ്റ്റ് ടൈം തന്നെ പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി എൻ്റെ കുറച്ച് വേദന മാറിയെങ്കിലും പിന്നീട് പിറ്റേ ദിവസം ഞാൻ പോയി രണ്ടാമത്തെ ദിവസം വന്ന ശേഷം അച്ഛൻ പറഞ്ഞ് 28 പേർക്ക് ഇടത്തെ കൈയിൻ്റെ വേദന മാറും, വേദന കൂടിയിട്ടേ കുറയൂ എന്ന് പറഞ്ഞു. പക്ഷേ ആ വേദന ഞാൻ കരഞ്ഞ് എൻ്റെ ഹൃദയം പൊട്ടി കർത്താവിനോട് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി എൻ്റെ ഈ ഷോളറിൻ്റെ വേദന ഒരു ലൈറ്റ് അടിക്കുകയും എൻ്റെ കൂട്ടുകാരത്തി ആലീസിൻ്റെ പുറയിൽ ചെന്ന് ഞാൻ വീഴുകയും ചെയ്തു. അപ്പോൾ എന്താണ്ടായത്? ഈ ഇടത് കൈക്ക് ഒരു പ്രകാശം വന്നടിക്കുകയും ഈ ഇടത് കൈയുടെ മേലെ ഒരു കറണ്ട് അടിക്കണ പോലെ ഒരു പ്രകാശം വന്ന് അടിച്ചു. അപ്പോൾ ഷോക്ക് അടിക്കണ പോലെ കറണ്ട് അടിക്കണ അനുഭവം ഉണ്ടായി. കൂട്ടുകാരത്തിയുടെ അടുത്തേക്ക് ഒന്ന് മറിഞ്ഞു വീണ്. അപ്പോൾ ഞാൻ 2 വീലർ പള്ളൂരത്തിൽ നിന്ന് ഓടിച്ച് ഇവിടത്തോളം വന്ന് എൻ്റെ വീട്ടുകാർ പറഞ്ഞിട്ട് വണ്ടി ഓടിച്ച് പോകരുത്, ഇത്രയും വേദന അല്ലേ എന്ന് ചോദിച്ച്. ബാത്റൂമിൽ വെള്ളം വരെയും എൻ്റെ ഹസ്ബൻഡും എൻ്റെ മകളും ഇവിടെ സാധ്യതല്ല ഞാൻ എല്ലാ കാര്യങ്ങളും ചെയ്തത്. പക്ഷെ ഇവിടെ വന്ന് പ്രാർത്ഥിച്ചതിൻ്റെ ഭർത്താവായി കർത്താവ് എന്നെ അനുഗ്രഹിച്ച് എൻ്റെ കയ്യിൽ ഇന്നേ വരെ ഒരു കുഴപ്പവുമില്ല. ഇപ്പൊ നല്ല സുഖമുണ്ടോ? നല്ല സുഖമുണ്ട്. ജോലി ചെയ്യാൻ പറ്റുന്നുണ്ടോ? എല്ലാ ജോലിയും ചെയ്യാൻ പറ്റുന്നുണ്ട്. വണ്ടി പോലും എല്ലാ കാര്യങ്ങളും കരങ്ങൾ ഉയർത്തിയടിച്ച് Praise the Lord.